എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു BL ഡ്രാമയുടെ ഒരു പാനിക് അറ്റാക്ക് സീനിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിസിറ്റ് ചെയ്തിട്ട് അവൻ്റെ ബ്രദറിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് പോവായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ ഒരു കോൾ വരുന്നുണ്ട്. ഇവൻ്റെ ബോയ് ഫ്രണ്ടിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട് ഒരു കോൾ വിളിച്ച് ഇവനെ പറയാണ്. ഇത് കേട്ടതും അവനൊന്ന് സ്റ്റക്കാവുന്നുണ്ട്. കാരണം അവൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഇഞ്ചുറി ഉള്ളതാണ്. അവൻ്റെ ബോയ് ഫ്രണ്ട് ഒരു സ്പോർട്സ് പ്ലെയറും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഇഞ്ചുറി അവൻ്റെ ലൈഫിനെ ബാധിക്കുമോ എന്നൊക്കെ അവൻ നന്നായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ബൈക്ക് അവൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അവന് പെട്ടെന്ന് അവൻ്റെ ചെറുപ്പകാലത്ത് അവനുണ്ടായ ഒരു ട്രോമ അവന് ട്രിഗർ ആവുകയാണ്. എൻ്റെ സ്വന്തം ബ്രദറിന് ഇതുപോലെ ആക്സിഡൻ്റ് ഉണ്ടാവുകയും ആ ആക്സിഡൻറ്റ് കാരണം അവൻ്റെ ബ്രദറിൻ്റെ സ്പോർട്സ് കരിയർ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ബ്രദർ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുമാണ്. ആ ഒരു ട്രോമയൊക്കെ കാരണം ഇവന് പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടും കുറേ നേരമായിട്ട് ഹോസ്പിറ്റലിൽ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയും നേരമായിട്ട് അവനെ കാണാത്തതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും അപകടം പറ്റി കാണുമെന്ന് അവൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ വേദന പോലും നോക്കാതെ അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ആ സമയത്ത് ഇവൻ ഇവിടെ പാനിക് അറ്റാക്ക് വന്ന് കഷ്ടപ്പെടുകയാണ്. ഇവൻ ടാബ്ലറ്റ് എടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ ആ ടാബ്ലറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് തറയിലേക്ക് പോവുകയാണ്. എന്നിട്ടും തറയിൽ പോയിട്ടും അവൻ അതൊന്നും നോക്കാതെ തറയിൽ നിന്ന് എടുത്ത് ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. കാരണം അവൻ്റെ ബോയ് ഫ്രണ്ടിന് ഇപ്പോൾ എൻ്റെ ആവശ്യമുണ്ട്. അവൻ ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. അവൻ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് പോയേ പറ്റുള്ളൂ എന്ന് അവൻ്റെ മൈൻഡിൽ അവൻ പറയുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവൻ്റെ പാനിക് അറ്റാക്ക് അവൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവനത് ഒട്ടും സാധിക്കുന്നില്ലായിരുന്നു. അവൻ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പെട്ടെന്ന് തല ഇറങ്ങുകയാണ്. ആ തല ഇറങ്ങുന്ന സമയത്ത് തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരികയും അവനെ പിടിക്കുകയും ചെയ്യുകയാണ്. അവൻ്റെ ദേഹത്തോട്ടാണ് ഇവൻ തല ഇറങ്ങി വീഴുന്നത്. അവനെ ഉടനെ തന്നെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവൻ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവന് പനിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവന് നനഞ്ഞ ടവലൊക്കെ വെച്ച് അവൻ്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുകയും അവനെ നല്ല കെയർ ചെയ്യും. അവൻ്റെ ഈ അവസ്ഥയിൽ ആലോചിച്ച് അവന് നല്ല വിഷമം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ചെറുപ്പകാലത്തെ ഈ ഒരു ട്രോമ കാരണം അവന് പാനിക് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടെന്നുള്ളത് അവൻ്റെ ബോയ് ഫ്രണ്ടിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അവന് വയ്യാതിരിക്കുന്ന സമയത്ത് അവനെ നല്ല രീതിയിൽ കെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഓൺഗോയിങ് ഡ്രാമയാണ്. ഒരു BL ഡ്രാമയാണ്. BL ഡ്രാമാസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ഡ്രാമ കാണാവുന്നതാണ്. ഇതിൻ്റെ എപ്പിസോഡ്സൊക്കെ അത്യാവശ്യം നല്ല എപ്പിസോഡുകളാണ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഇവരുടെ ഒരു കെമിസ്ട്രിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. റൊമാൻറ്റിക് സീൻസും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അടുത്തൊരു ഡ്രാമ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.